യെസ്, സൂക്ഷ്മദർശിനി ഇന്നലെ തന്നെ കണ്ടു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ കാണുന്നു. ഫസ്റ്റ് ഷോ കാണാൻ പറ്റില്ല, ഇന്നലെ ഈവനിങ്ങിലാണ് കണ്ടത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലറാണ് കേട്ടോ. ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് MC ജിതനാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു മൂവിയാണിത്. വളരെ ബ്രില്യൻ്റ്ലി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവി കേട്ടോ ഇത്. ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. ഈ ഫിലിമിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഐ ഫെൽ ലൈക്ക് ദർ വിൽ ബി സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയുമ്പോൾ ഒരു ഡാർക്ക് ഹ്യൂമർ ആ ഒരു ടൈപ്പായിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു പക്ക ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ തന്നെയാണ്. ഈ ക്രൈം ത്രില്ലേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന, അങ്ങനത്തെ ടൈപ്പ് മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ഫിലിം ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നീണ്ട 4 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷം നസ്രിയ ഈസ് ബാക്ക് വിത്ത് എ ബൂം. അതൊരു നല്ല ഒരു പവർഫുൾ കംബാക്ക് തന്നെയാണ്. ബാംഗ്ലൂർ ഡേയ്സ്, അതുപോലെ തന്നെ ഓം ശാന്തി ഓശാനയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഞാൻ നസ്രിയയുടെ ആക്ടിങ്ങിൻ്റെ ആ ഒരു സ്റ്റൈലിനെ പറ്റി പറയണ്ടല്ലോ അല്ലേ. സോ നാച്ചുറൽ. ശരിക്കും പറഞ്ഞാൽ ഷീ ഈസ് നോട്ട് ആക്ടിങ്, ഷീ ഈസ് ജസ്റ്റ് ബിഹേവിങ് ആസ് എ ക്യാരക്ടർ. പ്രിയദർശിനി എന്നാണ് നസ്രിയയുടെ ക്യാരക്ടറിൻ്റെ പേര് ഈ ഒരു ഫിലിമിൽ. ദെൻ ബേസൽ, ഇതിൽ ഇത്ര നാൾ നമ്മൾ കണ്ട ബേസലൊന്നുമല്ല, അതൊക്കും മേലെ ടോട്ടലി ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് പെർഫോമൻസ് ആണ്. ഒരു മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ഒരു ക്രീപ്പി ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഇതിൽ എക്സ്പ്രഷൻസിൻ്റെ ഒരു റോളർ കോസ്റ്റർ തന്നെയാണ് നമ്മൾ ബേസിലിൻ്റെ മുഖത്ത് ഇങ്ങനെ വന്നു പോകുന്നത്. പലപ്പോഴും കണ്ണിൽ ശാന്തത, ചുണ്ടിൽ പുഞ്ചിരി, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലോ മറ്റേയാളെ കൊന്നു തിന്നാനുള്ള ദേഷ്യവും. ഈ ഒരു ടൈപ്പിലാണ് പെർഫോമൻസ്. എന്ത് ഡിഫിക്കൽട്ടാണ് ആ ഒരു ആക്ടിങ് സ്റ്റൈൽ എന്നറിയോ. ബട്ട് ഹി നെയിൽഡ് ഇറ്റ്. നസ്രിയ ബേസിൽ കോമ്പിനേഷൻ ഒന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അവരാദ്യമായിട്ടാണ് തോന്നുന്നു ഒന്നിച്ച് വരുന്നത്. പിന്നെ പറയാനുള്ള സിദ്ധാർത്ഥ് ഭരതൻ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വളരെ നന്നായിട്ട് സിദ്ധാർത്ഥ് ആ ഒരു റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെ ഒരു ചില സീൻസിലുണ്ടല്ലോ, നമുക്ക് ഇംഗ്ലീഷിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ട്, ബ്രേക്കിംഗ് ബാഡ്. അതിൽ ചില സീൻസൊക്കെ ഓർമ്മ വരും. അത് ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും. ഫിലിം കണ്ടു കഴിയുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. തൊട്ടടുത്തടുത്ത് വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ നടക്കുന്ന ഒരു കഥയാണ്, ഒരു സ്റ്റോറിയാണ് ഈ ഒരു ഫിലിം. തൊട്ടടുത്ത വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് മൈൻഡും ബ്രെയിനും ഉള്ള ഒരു പെൺകുട്ടി. അതാണ് നസ്രിയ അവതരിപ്പിക്കുന്ന ആ ഒരു കഥാപാത്രം, പ്രിയദർശിനിയാണ് നമ്മുടെ ഇവിടുത്തെ സൂക്ഷ്മദർശിനി. ലാസ്റ്റ് മൊമെൻ്റ് വരെ സസ്പെൻസ് കളയാതെ ശരിക്കും വ്യൂവേഴ്സിനെ ഫുള്ളി എൻഗേജ്ഡ് ആക്കി ആ ഒരു കഥാപാത്രത്തിനോടൊപ്പം തന്നെ സഞ്ചരിപ്പിച്ച് എൻഗേജ്ഡ് ആക്കി നിർത്താൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു ഫിലിമിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഒത്തിരി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. നമുക്ക് പല പല ഊഹങ്ങൾക്ക് വ്യൂവേഴ്സിനെ വിടുന്നുമുണ്ട്. എന്നാലും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സും എൻഡിങ്ങും തന്നെയാണ്. അതിൻ്റെ ജസ്റ്റിഫിക്കേഷനായിട്ട് അതിൻ്റെ റീസൺ അതും ഓക്കെയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ സംഭവിക്കാവുന്നതാണ്, സംഭവിച്ചിട്ടുമുണ്ട്. സപ്പോർട്ടിങ് ആക്ടേഴ്സ് ലൈക്ക് 2 പെൺകുട്ടികളുണ്ട് കേട്ടോ നസ്രിയയുടെ കൂടെ. അഖില, പൂജ, മെറിൻ. അവരുടെ റോളും അവരുടെ ആ ഒരു ആക്ടിങ്ങും ആ ഒരു ഹ്യൂമർ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യുന്ന രീതിയും ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ ആ ഒരു ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശരൺ വേലായുധനാണ് സിനിമാറ്റോഗ്രാഫി. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട്. ആ ഒരു ടെൻസ്, ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ മനസ്സിൽ അത് ബിൽഡപ്പ് ചെയ്യാനൊക്കെ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത് ക്രിസ്റ്റോ സേവ്യറാണ്, പിന്നെ എടുത്ത് പറയേണ്ടതില്ലല്ലോ അല്ലേ. പിന്നെ ഈ ഒരു ഫിലിമിൻ്റെ എഡിറ്റിംഗ് എടുത്ത് പറയേണ്ടതാണ്. ഞാനത് ആരാണെന്നൊന്ന് നോക്കിയപ്പോൾ വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ചമൻ ചാക്കോ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എഡിറ്റിംഗ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പലരും ഈ ഫിലിമിനെ ദൃശ്യമായിട്ടോ കിഷ്കിന്ധാകാന്ഡം അങ്ങനെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് കണ്ടു. അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ? ദിസ് അനദർ ഫിലിം, ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റോറി അല്ലേ, ബ്യൂട്ടിഫുള്ളി ക്യൂറേറ്റഡ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. വ്യൂവേഴ്സിൻ്റെ സമയവും പണവും ഒരേപോലെ വാല്യുബിൾ ആണെന്ന് മനസ്സിലാക്കിയ ഒരു ക്രൂ തന്നെയാണ് ഈ ഒരു ഫിലിം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് ഈ ഒരു പേഴ്സണലി. കാരണം നമ്മൾ ആ കൊടുക്കുന്ന പണത്തിന് വർത്താണ്. അധികം, അതായത് വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ മലയാളത്തിൽ ഒരു നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പ് ഹോൾസ് ഒന്നും അധികം ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ കാണുന്നത്. രസമുണ്ട്. അതുപോലെ ഗുഡ് മൂവീസ് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ. അവർ നല്ലൊരു മനോഹരമായൊരു സിനിമ തരുന്നു, നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗുഡ് ഫിലിംസ് മസ്റ്റ് ബി സെലിബ്രേറ്റഡ്. നമ്മൾ ഈ ഒരു ഫിലിം തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്നാലേ പുതിയ ഇതുപോലുള്ള നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് ഒരു പ്രചോദനമാവുള്ളൂ. ഡെഫിനറ്റ്ലി ദിസ് ആൻ ഇൻട്രസ്റ്റിംഗ് വാച്ചബിൾ മൂവി. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഫിലിം കണ്ടിട്ട് അഭിപ്രായം കമൻസിൽ കൂടെ എന്നെ അറിയിക്കണം. ഓക്കെ, ബൈ.